സുധാ കാർ മ്യൂസിയം ആണ്. ഇതൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ സ്ഥലമാണ് സുധാ കാർ മ്യൂസിയം. അപ്പൊ നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിൽ വന്ന് കുത്തബ് ഷാഹി ടോംസ്, 7 ടോംസ് ഒക്കെ പറയും ഇതിന്. ഇതിന്റെ ഒരു പേരെങ്ങനെ പറയുന്നുണ്ട്. നല്ല ഹെവി സൈസ് ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ തിരിയുന്നുണ്ടാവില്ല ഇതിന്റെ സൈസ് അത്ര വലുതാണെന്നുള്ള. ഈ ഒരു മതില് വരെ എന്റെ ഹൈറ്റ് ഉണ്ട്. മതില് മീൻസ് ഈ ഒരു മെയിൻ ഒരു ഈ ഒരു എന്താ പറയാ ഈ ഇത് നിൽക്കുന്ന സ്ഥലം വരെ എന്റെ ഹൈറ്റ്. അതിന്റെ മുകളിലാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതാ അബ്ദുള്ള കുത്തബ് ഷാഹി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഏത് കൊല്ലം ഉള്ളതാന്നും എപ്പോൾ ഉള്ളതാന്നും അതിന്റെ വർക്ക് നടക്കുന്നതിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളും. അതുപോലെ ഇതിന്റെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരു 20 rupees ആണ് എൻട്രി ടിക്കറ്റ് ഒരാൾക്ക്, ഒരു അഡൽട്ടിന്. പക്ഷെങ്കിൽ ഇവര് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് ക്യാമറ, അപ്പോൾ മൊബൈലിന് 50 rupees വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ 4 പേരുടെയും വാങ്ങിയില്ല, ഒരാളെ മൊബൈലിന് മാത്രമാണ് 50 rupees ഇവർ വാങ്ങിയത്. അല്ലെങ്കിൽ അവർ അവിടെ വെക്കണം തന്നെ. വെക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അവിടെ. പിന്നെ വണ്ടി എടുത്തിരുന്നൊക്കെ വേണമെങ്കിൽ വണ്ടിയിൽ വെക്കാൻ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ചാറ്റ് ജിപിടിയിൽ ഇട്ടിട്ട് കുറെ പ്രാവിനെ പറത്തണം അല്ലേ? പ്രാവിന്റെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനക്കും എന്താ 1870 1870. അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അകത്തെന്താന്നുള്ള നമ്മൾ കയറി നോക്കുന്നതാണ്. നല്ല തട്ടപ്പൊരിയുന്ന വെയില്. ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. അതൊക്കെ ഇല്ലാതെ വരുന്നവർക്ക് ഈവനിങ്ങില് നല്ല മോർണിംഗ് ഒക്കെ വന്നാല് നല്ലതായിരിക്കും. ഇവിടെ നല്ല പാർക്ക് പോലത്തെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ക്യാമറാസ് അലൗഡ് ആണോന്ന് അറിയില്ല. നമ്മൾ അകത്തുള്ള ഫുട്ടേജ് ഒന്നും എന്തായാലും എടുത്തിട്ടില്ല. ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ അകത്തുണ്ടായത് ഒരാളുടെ എന്താ പറയാ ഈ മൃതശരീരമൊക്കെ വെച്ച ഒരു ശവകുടീരം പോലത്തെ ഇതാണ് ഇതിനകത്തുണ്ടായത്. ഇത്രയും വലിയൊരു സ്ട്രക്ചറിന്റെ അകത്താണ് ആ ഒരാളൊരു ഇത് വെക്കാൻ വേണ്ടി ഇത്രയും വലിയ സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കിയത്. കുറെ വർഷത്തെ പഴക്കമുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വലിയ രീതിയിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഈ മൊത്തം ഏരിയയും അതിന്റെ അകത്തുള്ള 7 ടോംസ് പറഞ്ഞാൽ 7 ഇതിന്റെ അകത്തുണ്ട്. 7 മാത്രമല്ല, എണ്ണി നോക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് 7 തോന്നുന്നു. അതുകൊണ്ടാണ് 7 ടോംസ് എന്ന് വിളിക്കുന്നത്. കാരണം ചെറുതൊക്കെ വേറെയും കണ്ടിട്ടുണ്ട്. എല്ലാം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ്. പിന്നെ അതല്ലാതെ ചെറിയ രീതിയിൽ വേറെ കുറച്ച് സ്ട്രക്ചറുകൾ ഇവിടെ ഉണ്ട്. കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ കുറെ സമയം കൂടെ സ്പെൻഡ് ചെയ്യും. ഈ പാർക്കിലൊക്കെ ഇന്ന് റിലാക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലവും കുറെ മരങ്ങളും പച്ചപ്പുല്ലും അങ്ങനെയൊക്കെ ഏരിയ ഇവിടെ കുറെ ഉണ്ട്. കുറെ എണ്ണം ഒരേപോലെ തോന്നിയോണ്ട് എല്ലാത്തിനകത്തും നമ്മൾ കയറിയില്ല. കുറച്ച് വെറൈറ്റി ഉള്ള സാധനങ്ങളൊക്കെ കണ്ടു. അതിന്റെ അടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മള് തളർന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ. അങ്ങനെ കുറെ സമയം കറങ്ങിയപ്പോ നമുക്ക് തന്നെ മതിയായി. എല്ലാ സ്ഥലത്തും നമ്മൾ കയറാൻ നിന്നില്ല. ഇവിടെ ഒരു മെയിൻ ടോംബിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന്. കാരണം ഓൾറെഡി നമ്മള് ഗോൽഗണ്ട ഒക്കെ കറങ്ങി വന്നോണ്ട് അത്യാവശ്യം ടയേർഡാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ പിസ്ത ഹൗസിൽ പോയിട്ട് നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി ക്യാബിനൊക്കെ ചെക്ക് ചെയ്തു. ക്യാബ് വരുന്നവരെ എന്തായാലും റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. ഇവിടെ നല്ല ഏരിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ ഇങ്ങനെ ക്യാബിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ക്യാബ് വന്നാല് അപ്പം എണീച്ച് പോകണം. നല്ല റിലാക്സ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ദിവസമുള്ള ആൾക്കാർക്ക് ടൈം എടുത്ത് കാണാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യണ്ട. കാരണം നല്ലൊരു ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളെ ക്യാബ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പിസ്ത ഹൗസിലേക്ക് പോകുന്നതാണ്. അവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഇവിടെ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും ഇഷ്ടമില്ല. പക്ഷെ ഇവിടുത്തെ ബിരിയാണി കഴിക്കണം എന്ന് പലരും പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയത് ഒരു ചിക്കനും അതുപോലെ ഒരു മട്ടനും ആണ്. അത് ക്വാണ്ടിറ്റി കൂടുതലാണ്. ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ 3 ആൾക്ക് കഴിക്കേണ്ടൊക്കെയുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് വരിക. പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് അതുപോലെ ഒരു ആപ്രിക്കോട്ട് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡെസേർട്ട് ഉണ്ട്. അത് അടിപൊളിയാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വരുന്നത് ഒരു ജ്യൂസാണ്. ഒരു ജഗ് നിറയുണ്ട്. അതായത് 4 ആൾക്ക് കുടിക്കാനുള്ള ജ്യൂസ്. അതിന് ടോട്ടലി വരുന്ന ഒരു 170 150 രൂപ അങ്ങനെ വരുന്നുള്ളൂ. അതോ ഫ്രൂട്ട് ഷാമ്പയിൻ അങ്ങനെ അതിന്റെ പേര്. നിങ്ങൾക്ക് ആ മെനുവിൽ അവരെ കാണും. ഇവരെ മെയിൻ ആയിട്ടുള്ള ഐറ്റത്തിൽ വരുന്നത് ഈ ബിരിയാണി ഒക്കെ വാങ്ങുന്ന എല്ലാ ടേബിളിലും ഈ ജ്യൂസ് ജഗ്ഗോടെ എല്ലാവരും വാങ്ങുന്നുണ്ട്. ഇവിടുത്തെ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് വെയിറ്റിംഗ് മാത്രമാണ്. അത് ഈ ഒരു ബ്രാഞ്ചിൽ മാത്രമാണെന്ന് അറിയില്ല. നമ്മൾ അടുത്തുള്ള ഒരു ബ്രാഞ്ച് നോക്കി പോയതാണ്. അവിടെ ലൊക്കേഷൻ ഒന്നും ആരും ചോദിക്കണ്ട. ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്നത് സുധാ കാർ മ്യൂസിയം ആണ്. എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ സ്ഥലമാണ് സുധാ കാർ മ്യൂസിയം. കാരണം 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അതിനകത്തുള്ള ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാല് കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയാം. കാരണം വെച്ചാൽ ഇതൊക്കെ കാറുകളാണ്. പല എന്താ പറയാ റണ്ണിങ് കാറുകൾ
പല ഷേപ്പിലും പല രൂപത്തിലും ഉണ്ടാക്കിയ വളരെ ചെറിയ കാറുകൾ വരെ എന്ന് പറയുന്ന പോലെ. എന്താ പറയാ, ഫുട്ബോളിന്റെ ഷേപ്പിൽ കാറ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കയറി എന്താ പറയുക ഇങ്ങനെ നോക്കാം നമുക്ക്. അവരത് ഓടിച്ച് കാണിച്ചൊരൊന്നുമില്ല. ഓടിക്കുന്നതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇയാൾക്ക് കുറെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതും അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നല്ലാതെ അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാനോ അല്ല അവരൊന്ന് ഓടിച്ചു കാണിച്ചു തരോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരാൾക്കുള്ള ഈ പൈസ 150 രൂപ എന്ന് പറയുമ്പോൾ ശരിക്ക് ശരിക്ക് വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇതിന് വരുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വരുത്തിയ ഒരു മിസ്റ്റേക്ക്. പിന്നെ ഇവിടെ കുറച്ച് പഴയ കാറുകളുണ്ട്, വിന്റേജ് കാർ കളക്ഷൻ പോലത്തെ കുറച്ച് കാറുകൾ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നുപോയത്, ഈ ടിക്കറ്റിന്റെ പ്രൈസ് മാത്രമല്ല, ഇവിടെ ക്യാമറ എന്ന് മറ്റേ നമ്മളെ മൊബൈലിന് നമുക്കൊരു 100 രൂപ അങ്ങനെ അതും അവർ എക്സ്ട്രാ ചാർജ് ചെയ്തിനി. പക്ഷെ അതിനൊന്നും ഉള്ളതായിട്ട് ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പോ ഞാൻ എന്തായാലും ഈ ഒരു സ്പോട്ട് ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ താല്പര്യമുള്ളവർക്ക് വരാം, വന്ന് കണ്ടിട്ട് പോവാ. അല്ലാതെ ഞാനായിട്ട് ആരെയും നിങ്ങൾ വരാൻ മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം എന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെയുള്ള കുറച്ച് ഇതും കൂടി കാണിച്ചു തരാം. ഇതൊക്കെ കാറുകളാണ്. നിങ്ങൾ മുന്നിൽ കാണുന്ന എന്താ പറയാ, ബോളായാലും ഗ്ലോബ് ആയാലും പെൻസിൽ ആയാലും അതുപോലെ ക്യാമറ ആണെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കാറുകളാണ്. അതായത് റണ്ണിങ് കാറുകളാണ്. അയാള് എഞ്ചിൻ വെച്ചിട്ട് ഉണ്ടാക്കിയ കാറുകളാണ്. ഇതിനൊക്കെയാണ് അയാൾക്ക് ഈ ബാറ്റൊക്കെ കാറാണ് ശരിക്കും. ഇതിനൊക്കെയാണ് അയാൾക്ക് ഗിന്നസും ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നതാണ്. റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പോകേണ്ട സ്ഥലമാണ് ബൻസിലാൽ പേട്ട് എന്ന് പറഞ്ഞ സ്ഥലം. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഏകദേശം എനിക്കൊന്നൊരു 7 മണി 7:30 ആവാനാകുമ്പോൾ എത്തിയത്. ഇവിടെ ഏകദേശം ക്ലോസിംഗ് ടൈം ആയിപ്പോയി. അപ്പോ ഇവിടെ വരുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് ആ സമയത്തിനുള്ളിൽ എത്താൻ നോക്കുക. അതുപോലെ ചെറിയൊരു ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മളെപ്പോ എല്ലാവരും ആദ്യം തന്നെ പോകാൻ നോക്കുക ഈ താഴെ കാണുന്ന ഈ കുളത്തിനടുത്തേക്കാണ്. അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പഠിച്ചാണ്. പക്ഷെ ശരിക്കും നിങ്ങൾ അങ്ങോട്ടല്ല പോകേണ്ടത്. കാരണം ഇതിന്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ഫോട്ടോ ഗാലറി ഉണ്ട്. അവിടെ കയറിയിട്ടേ തിരിച്ചിങ്ങോട്ട് വരാൻ പാടുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കുളത്തിന്റെ ഈ എൻട്രൻസിലേക്ക്, കുളത്തിന്റെ ഈ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ ഗേറ്റ് കയറുന്ന പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തോട്ട് കയറൂല. അപ്പൊ അകത്തോട്ട് കയറാൻ കഴിയില്ല, പിന്നെ നമുക്ക് ആ ഫോട്ടോ ഗാലറി കാണാൻ കഴിയില്ല. നമ്മളിത് ക്ലോസിംഗ് ടൈമാണ്. നമ്മൾ ആദ്യം തന്നെ ഓടി വന്നത് ഇവിടത്തേക്ക് ഫോട്ടോ എടുക്കാനായിരുന്നു. പക്ഷെ നമ്മൾ ഗേറ്റിന്റെ പുറത്തിറങ്ങി, പിന്നെ നമ്മൾ തിരിച്ച് കയറ്റില്ല. അവസാനം അവരോട് സംസാരിച്ച് ഇതൊക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് ഇപ്പൊ കാണുന്ന ഈ ഫോട്ടോ ഗാലറി കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അങ്ങനെ താഴെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ആ ഫോട്ടോ ഗാലറിന്റെ അകത്തേക്ക് വന്നു. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ കുളം കാണാൻ കഴിയുന്നുണ്ട്. കുളം എന്ന് വിളിക്കാം, നമ്മളൊക്കെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ. പക്ഷെ ഇതിന്റെ അകത്ത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കുളത്തിന്റെ ചുറ്റിലുള്ള പടവുകളിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് ഇവിടെ ചില സമയത്ത് ചില പ്രോഗ്രാമുകൾ ഉണ്ടാവും. ചില എന്താ പറയാ, കുറച്ച് മ്യൂസിക്സ് ആരെങ്കിലും വന്ന് ഏതെങ്കിലും ബാൻഡോ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടുന്ന ചില ഇവന്റുകൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. അങ്ങനെ ഇവന്റുകൾ ഉള്ള സമയത്താണ് ഇവിടെ കാണാൻ നല്ല കൂടുതൽ രസം. അതുപോലെ എല്ലാവരും അന്നേരമാണ് താഴത്തേക്ക് ഇറക്കും. അല്ലെങ്കിൽ ഒരു ഗേറ്റിന്റെ അടുത്ത് വെച്ച് ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്ക് ആദ്യം വന്ന് കണ്ടപ്പം എന്നെ അട്രാക്ട് ചെയ്തത് ഒരു നോർമൽ ഒരു കുളം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ശരിക്കും ഇതിന്റെ പുറകിലുള്ള കഥ അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു നാട്ടുകാരെടുത്തൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എന്താ പറയാ, കാരണം കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ആ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്നത് ഇവരൊക്കെ കൂടി ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്ത് അതിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഇങ്ങനെ ഇവന്റും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ആ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇവിടെയുള്ള ഫോട്ടോ ഗാലറിയിൽ ഉള്ളത്. ഇവിടെ നമുക്ക് അതിന്റെ കഥ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ബ്രീഫായിട്ട്. അതുപോലെ പഴയ ആ സമയത്തുള്ള എന്താ പറയാ ക്ലീൻ ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്. പണ്ട് ഇത് ക്ലീൻ ചെയ്ത് മുന്നേ ഉണ്ടായത് എങ്ങനെയാന്നുള്ള ഫോട്ടോസ് ഉണ്ട്. ശരിക്കും അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അവർ അന്ന് ചെയ്തത് കൊണ്ട് ഇന്ന് ഇപ്പൊ ഈ കാണുന്ന എന്താ പറയാ ബിഫോർ ആഫ്റ്റർ എന്നുള്ള ഫോട്ടോസ് ഉണ്ട്. അതുപോലെ കുറെ ഇവന്റുകൾ നടക്കുന്നു, ആൾക്കാർ വരുന്നു. ഇവർക്ക് ഇതിൽ തന്നെ ചെറിയൊരു ഏണിങ്സ് ഈ ടിക്കറ്റ് റേറ്റിൽ അത് കിട്ടുന്നു. ഈ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ആ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസയിലേക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവുക. ഇപ്പൊ ആ ഒരു വേസ്റ്റ് കൊണ്ട് തട്ടിയ സ്ഥലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറി. അപ്പൊ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവന്റുള്ള ദിവസം നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയെങ്കിൽ വളരെ നല്ലത്. അപ്പൊ നമ്മൾ അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് രാമോജി ഫിലിം സിറ്റി കാണാനാണ്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും.